ഹായ് മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാമിനെ സംബന്ധിച്ച ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. മക്കളെ, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അഥവാ എല്ലാ തവണയും കാണുന്ന തരത്തിലുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നില്ല. പല ചോദ്യങ്ങളും, പല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ മാത്സിൻ്റെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും പല ചോദ്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളാവണമെന്നില്ല. ഇത് ആ പറയുന്ന സബ്ജക്റ്റിന് മാത്രം സംഭവിച്ച ഒരു മാറ്റമല്ല, മറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കാണാൻ സാധിക്കും. അത് സാധാരണ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടല്ല, മറിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറുകയാണ് എന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്തുള്ളത്. സോ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പറും മാറാനിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ക്രിസ്മസ് പരീക്ഷയിൽ ഇപ്പോൾ കഴിഞ്ഞ ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾ കണ്ടത് മക്കളെ. സോ ഇനി അങ്ങോട്ടുള്ള എല്ലാ ചോദ്യ പേപ്പറുകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 20% ചോദ്യങ്ങൾ ഏറ്റവും കടുകട്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും, ഏറ്റവും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 50% ചോദ്യങ്ങൾ ഒരു ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ കാണാനിരിക്കുന്നത്. 30% ചോദ്യങ്ങൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. സോ ഈ ഒരു വെയിറ്റേജ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കാണാനിരിക്കുന്നത്. സോ അതിനാൽ തന്നെ ഇനി സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ മകനെ, നീ ഓർത്ത് വെച്ചോ, നിനക്ക് 8ൻ്റെ പണി തന്നെയാണ് കാത്തിരിപ്പുള്ളത്. ഒരിക്കലും അത്തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ചോദ്യ പേപ്പർ ക്രാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. പിന്നെ എന്തു ചെയ്യണം എന്ന ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് എനിക്കറിയാം. സോ ഈ ചോദ്യ പേപ്പർ ക്രാക്ക് ചെയ്യണമെങ്കിൽ പരമാവധി ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് പ്രകാരവും നിങ്ങൾ എല്ലാവരും വർക്കൗട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള അഡീഷണൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറ്റവും അവസാനം കാണാൻ സാധിക്കും. അവയെല്ലാം നിങ്ങൾ എന്തായാലും പ്രോപ്പറായി തന്നെ സോൾവ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിരിക്കണം. അതിന് പുറമേ വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്യാൻ. പൊതുവേ നമ്മൾ ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും റീസെൻ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അത് സോൾവ് ചെയ്യാറുണ്ട്. പക്ഷെ മക്കളെ, നിങ്ങൾ അതുമാത്രം ചെയ്താൽ പോരാ, മറിച്ച് 2020 മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി നിങ്ങൾക്ക് ചോദ്യങ്ങൾ എടുക്കണം. സിലബസിൽ മാറ്റം ഉണ്ടാവും എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും സെയിം സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക. കാരണം 2020 മുമ്പുള്ള നമ്മുടെ ചോദ്യ പേപ്പർ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയ ചോദ്യ പേപ്പർ തന്നെയായിരുന്നു. സോ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. പരമാവധി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, പരമാവധി ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ്, അഡീഷണൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇവയെല്ലാം ക്രാക്ക് ചെയ്ത് കോൺഫിഡൻ്റ് ആയിരിക്കുക. എളുപ്പമുള്ള ചോദ്യ പേപ്പറാണ് വരിക എന്ന തോന്നൽ ആദ്യം തന്നെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക. സോ ഇതിൻ്റെ എല്ലാം കിടിലൻ സൊല്യൂഷനുമായിട്ട്, ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എന്തൊക്കെ പഠിക്കണം എന്ന കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് കംപ്ലീറ്റ് സൈലം ടീം വരുന്നത് നമ്മുടെ സ്വന്തം SSLC യൂട്യൂബ് ചാനലിലാണ്. സോ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരിക്കണം. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. സോ ഒരേ ഒരു കാര്യമേ എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കത്തുള്ളൂ, ഇനി അങ്ങോട്ടുള്ള പരീക്ഷാ ഹാളിൽ നിന്ന് എൻ്റെ മക്കൾ സൈലമിയൻസായി നിങ്ങൾ ഓരോരുത്തരും പുറത്തോട്ട് വരുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെയായിരിക്കും. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് മക്കളെ, ഒരു സംശയവും വേണ്ട. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ സൈലം പറയുന്നത് പോലെ പഠിക്കുക, സൈലം തരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മുഴുവൻ മാർക്കും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ A+ലോട്ട് കൈപിടിച്ച് നടത്താൻ സൈലത്തുള്ള ഓരോ ടീച്ചേഴ്സും തയ്യാറായി കഴിഞ്ഞു മക്കളെ. നമുക്ക് തകർക്കാൻ മതി.